ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നോ? എല്ലാരും സുഖമായിരിക്കട്ടെ. അപ്പൊ ഇന്ന് കുറേ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് 1 by 1 നോക്കാട്ടോ. എല്ലാരും വീഡിയോ മുഴുവൻ കാണണം. അപ്പൊ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോ ജസീന ഹ്യൂമൻ റിസോഴ്സ് ഹമദ് ഹോസ്പിറ്റലിലേക്ക് നേഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് നേഴ്സിന്റെ കേട്ടോ. MSc ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് 5 years എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ പല സ്പെഷ്യാലിറ്റിയിലുള്ള NICU, ICU, നെഫ്രോളജി, പീഡിയാട്രിക് നെഫ്രോളജി, ട്രോമ, അങ്ങനെ സർജറി, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റിയിലൊക്കെ വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട് ഹമദ് ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഡീറ്റെയിൽസ് വേണ്ടവർ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ വെബ്സൈറ്റ് പോയി നോക്കുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വേറെ ഹമദിലേക്ക് വേറെ 1-2 വേക്കൻസിയും കൂടെ അവര് ഡയറക്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാവേ, ഒരു മിനിറ്റ്. സീനിയർ ഡാറ്റ സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൗൺസിലറിന്റെ വേക്കൻസിയും ഹമദ് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാര് ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാര് എന്നോട് പിന്നെ മെഡിക്കൽ കോഡിങ്ങിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മെഡിക്കൽ കോഡറിന്റെ ഒരു വേക്കൻസി, ക്ലിനിക്കൽ കോഡറിന്റെ ഒരു വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ഓർഗനൈസേഷനിലാണ്, PHCC ആണ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. PHCCയില് ക്ലിനിക്കൽ കോഡർ, ആ പോസ്റ്റിലേക്കാണ് അവർ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ഹെൽത്ത് ഇൻഫോർമാറ്റിക് ഓർ ഇക്വലന്റ് ഡിസിപ്ലിൻ റിലേറ്റഡ് ടു സയൻസ് ഓർ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. അപ്പോ ഹെൽത്ത് കെയറിലൊക്കെയുള്ള ഡിഗ്രി ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ പിന്നെ അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. CCS, CCSP, CPC, ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഒക്കെ വേണം. അപ്പോ ഈ 2 years എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. PHCC ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള കോഡർമാര് ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ മെയിൽ ID എനിക്ക് കമന്റ് അയച്ചു കഴിഞ്ഞാല് ഞാൻ അത് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. മെയിൽ ID, അവർ ചോദിച്ചിരിക്കുന്ന മെയിൽ ID. അതുപോലെ തന്നെ കിംസ് ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഖത്തറിലെ, അവര് കോൾ സെന്റർ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ജസീന ഹ്യൂമൻ റിസോഴ്സ് പ്രോസ്തെറ്റിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ്, അങ്ങനെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡെന്റൽ ഇംപ്ലാന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ ഈ കോഴ്സ് പഠിച്ചവർക്കൊക്കെ അറിയാലോ, അതിന്റെ വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേതാണ്ട് ഡിപ്ലോമ കോഴ്സ് ഏതാണ്ടാണ് അവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോ ജസീന ഹ്യൂമൻ റിസോഴ്സ് നേഴ്സ്, മെന്റൽ ഹെൽത്ത് നേഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും ഈ പ്രോസ്തെറ്റിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ്, ഇങ്ങനെയുള്ള വേക്കൻസി ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇതെല്ലാം ഹമദിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ വെബ്സൈറ്റിലുണ്ട് ഈ വേക്കൻസീസ് ഒക്കെ. അപ്പം എല്ലാവരും ഓടിപ്പോയി അവരുടെ വെബ്സൈറ്റ് നോക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹമദ് ഹോസ്പിറ്റൽ ഡയറക്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് സീനിയർ ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, കൗൺസിലറിന്റെ വേക്കൻസി കേട്ടോ. അതുപോലെ തന്നെ നേഴ്സസിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പെക്സ് ഹെൽത്തിൽ നിന്ന് അവർ വീണ്ടും നേഴ്സസിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പെക്സ് ഹെൽത്ത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഏതൊക്കെയാണെന്ന്. ഇതിൽ കണ്ടു. ER ചാർജ് നേഴ്സ് OPD, ക്ലിനിക്കൽ നേഴ്സ് ലേബർ ആൻഡ് ഡെലിവറി, ക്ലിനിക്കൽ നേഴ്സ് OB ഗൈനി, ഇത്രയും നേഴ്സസിന്റെ വേക്കൻസി അപ്പെക്സ് ഹെൽത്ത് കെയർ ഖത്തറിലുള്ള അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസും മെയിൽ IDയും വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വാൻ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഖത്തറിലെ റിക്രൂട്ട്മെന്റ് ഏജൻസി ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒരു വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൽ ID വേണ്ടവര് കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറൊരു വേക്കൻസി കണ്ടത്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഒരുപാട് സ്പെഷ്യാലിറ്റിയിലുള്ള
വേക്കൻസി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈനക്കോളജിസ്റ്റ്, ഓർത്തോഡോണ്ടിസ്റ്റ്, ഇന്റേണൽ മെഡിസിൻ, ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ് ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി മെഡിസിന്, ഇന്റേണൽ മെഡിസിന്, ഡെർമറ്റോളജിസ്റ്റ് ഇതിന്റെയൊക്കെ വേക്കൻസി കാണുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കോൾ സെന്റർ പൊസിഷന് ഇങ്ങനെയൊക്കെയുള്ള ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അത് സെമി ഗവൺമെന്റ് കമ്പനിയിലേക്കാണെന്നാണ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആൾക്കാര് മെയിൽ ID ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി ഈ പറഞ്ഞ വെബ്സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാരോടും ഫോളോ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പൊ എല്ലാരും അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.